ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ KNN അൽഗോറിതമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അൽഗോറിതം വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പോൾ ആദ്യം അൽഗോറിതം നോക്കാം. KNN അൽഗോറിതത്തിലോട്ട് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഒരു ഡേറ്റ സെറ്റ് ആയിരിക്കും. ആൻഡ് അതിൽ ലേബിൾഡ് ഇൻസ്റ്റൻസ് ആയിരിക്കും. KNN എന്ന് പറയുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഡേറ്റ സെറ്റ് കൊടുക്കുമ്പോൾ തന്നെ അതിൽ ലേബിൾസും കാണും. ഇനി അതിൽ പുതിയൊരു ഇൻസ്റ്റൻസ് നമുക്ക് എക്സ് കിട്ടും. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ആൻഡ് നമ്പർ ഓഫ് നെയ്ബേഴ്സ് എത്രയാണ് എന്നും ക്വസ്റ്റനിൽ തന്നെ തരും. ഇനി നമ്മൾ ഔട്ട്പുട്ടായിട്ട് കൊടുക്കേണ്ടത് അവർ തന്നിട്ടുള്ള ആ എക്സിൻ്റെ ക്ലാസ് ഏതാണോ അതാണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആൽഗോറിതം നോക്കാം. ഫസ്റ്റ് വൺ, നമ്മൾ ഡേറ്റ സെറ്റിനെ ലോഡ് ചെയ്യണം. മീനിങ് എല്ലാ സാമ്പിൾസിനെയും റീഡ് ചെയ്യണം. അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ക്ലാസ് ലേബിൾസൊക്കെ റീഡ് ചെയ്യണം. എന്നിട്ട് വാല്യൂ ഓഫ് കെ സെലക്ട് ചെയ്യണം. ചില ക്വസ്റ്റ്യൻസിൽ അവർ തന്നെ വാല്യൂ തരും. മാക്സിമം എല്ലാത്തിലും തന്നെ വാല്യൂ ഓഫ് കെ തരും. തന്നില്ലെങ്കിൽ നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം. അതെങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് നെക്സ്റ്റ് പറയാം. അപ്പോൾ കെയുടെ വാല്യൂ സെലക്ട് ചെയ്യണം. സെലക്ട് എ പോസിറ്റീവ് ഇൻറ്റീജർ കെ പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കണം. ആൻഡ് യൂഷ്വലി നമ്മൾ ഓഡ് നമ്പറാണ് സെലക്ട് ചെയ്യുന്നത് വാല്യൂ ഓഫ് കെ ആയിട്ട്. ഓക്കെ, കെ വാല്യൂ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമുക്ക് പുതിയ ഒരു പോയിന്റ് കിട്ടി കാണുമല്ലോ. പുതിയ പോയിന്റിനും ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സിനുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. റൂട്ട് ഓഫ് സിഗ്മ xi മൈനസ് എക്സ് ജെ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഡിസ്റ്റൻസിന് ഡി ഓഫ് എക്സ് കോമ വൈനെ നമ്മളിങ്ങനെയും പറയാം. റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദി ഹോൾ സ്ക്വയർ. ഇതിൽ x1 y1 എന്ന് പറയുന്നത് നമുക്ക് അവർ തന്നിട്ടുള്ള പുതിയ ഡേറ്റ ആണ്. പുതിയ ഡേറ്റ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്ന ഡേറ്റ ഏതാണോ അതിൻ്റെ പോയിൻറ്റ്സ് ആണ് x1ഉം y1ഉം. ആൻഡ് x2 y2 എന്ന് പറയുന്നത് ആ ടേബിളിലുള്ള ഓരോ ഡേറ്റാസ് ആണ്. അങ്ങനെ നമ്മൾ ഓരോ ഡേറ്റാസിൽ നിന്ന് ഓരോ റോയ്ക്കും നമുക്ക് തന്നിട്ടുള്ള പുതിയ ഡേറ്റ വെച്ചിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ച ആ ഡിസ്റ്റൻസിനെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം. ദെൻ അവർ കെ വാല്യൂ ഏതാണ് തന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കെ വാല്യൂ 3 ആണെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് 3 മെമ്പേഴ്സിനെ പിക്ക് ചെയ്യണം. നമ്മൾ സെലക്ട് ചെയ്ത ആ 3 ഐറ്റംസിൽ മെജോറിറ്റി ഓഫ് ഐറ്റംസ് ഏത് ക്ലാസ്സിലോട്ടാണ് പോകുന്നത് അതായിരിക്കും നമ്മളുടെ പ്രഡിക്റ്റഡ് ക്ലാസ്, നമ്മളുടെ ന്യൂ ഡേറ്റ പോയിൻറ്റിൻ്റെ പ്രഡിക്റ്റഡ് ക്ലാസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അൽഗോറിതം. ഇതിൻ്റെ പ്രോബ്ലം ഒന്ന് നോക്കാം. Find the classification of a student with value of x is 5 and y is 7 based on the data of trained samples using KNN algorithm. Choose k is equal to 3. മാക്സിമം എല്ലാ ക്വസ്റ്റ്യനിലും തന്നെ ഇങ്ങനെ ചൂസ് k is equal to 3 എന്ന് തന്നു കാണും. നമ്മളുടെ പുതിയ ഡേറ്റ 5, 7 ആണ്. 5,7 ആണ് നമ്മളുടെ പുതിയ ഡേറ്റ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓൾറെഡി കുറച്ച് ഡേറ്റാസ് ഉണ്ട്. എക്സ് വൈ ഇസഡ്. എക്സ് വൈ വാല്യൂസ് ന്യൂമറിക്കൽ ആണ്. ഇസഡ് ഓരോ ക്ലാസ്സസ് ആണ്. അപ്പോൾ 8, 6 ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ്, 5, 6 ആണെങ്കിൽ ഗുഡ്, 7, 3 ആണെങ്കിൽ ഗുഡ്, 6, 9 ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓരോ പോയിൻറ്റിനും ഈ പോയിൻറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിങ്ങനെ ഒരു ടേബിൾ പോലെ വരച്ചിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം നമുക്ക്. എക്സ് വൈ ഡിസ്റ്റൻസ് ഫ്രം 5, 7 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന പുതിയ ക്ലാസ്. പിന്നെ ഇസഡ് ഇതാണ് ക്ലാസ്. അപ്പോൾ എക്സ് വൈ 8, 6 ആണെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം 5, 7 എന്തായിരിക്കും? 5 മൈനസ് 8 റൂട്ട് ഓഫ് 5 മൈനസ് 8 ദ ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 7 ദ ഹോൾ സ്ക്വയർ. ഇതിൽ യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് അപ്ലൈ ചെയ്തതാണ്. x1 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. അതിൽ x1 y1 ഈ വാല്യൂസാണ്. x1 y1 ഇതാണ്. x2 y2 ഈ വാല്യൂസാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ടേബിൾ. എക്സാമിന് കാൽക്കുലേറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേഷനിൽ തന്നെ കുറേ ടൈം പോകും. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഇത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എഴുതാം. ഞാൻ ജസ്റ്റ് ക്ലാരിറ്റിക്ക് വേണ്ടി ഇങ്ങനെ എഴുതിയതാണ്. അപ്പോൾ എക്സ് വൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് ക്ലാസ് ഉണ്ട്. ഇനി ഈ ഡിസ്റ്റൻസ് ബേസ്ഡ് നമ്മൾ സോർട്ട് ചെയ്യണം. സോർട്ട് ഡിസ്റ്റൻസസ് ഓൺ അസെൻഡിങ് ഓർഡർ. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് ഡിസ്റ്റൻസ് ഇതാണ് 5, 6 കുറവ്. ഡിസ്റ്റൻസ് 1 ആണ്. അതിൻ്റെ ക്ലാസ് ഏതാ? ഗുഡ്. ഇനി അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഉള്ളത് ഇതാണ്. അത് 6, 9 വാല്യൂ ഡിസ്റ്റൻസ് 2.2 ഔട്ട്സ്റ്റാൻഡിങ്. തേർഡ് ഉള്ളത് 8, 6 ഡിസ്റ്റൻസ് 3.16 ലേബിൾ ഔട്ട്സ്റ്റാൻഡിങ്. ആൻഡ് ഫോർത്ത് ഉള്ളതാണ് 7, 3 4.4 ലേബിൾ ഗുഡ്. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കെ വാല്യൂ 3 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ സോർട്ട് ചെയ്തതിൽ ഫസ്റ്റ് 3 ഉള്ള കെ വാല്യൂസിനെ എടുക്കാം.
കെ വാല്യൂസ് ഫസ്റ്റ് 3 ഉള്ളത് ഗുഡ്, ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഇപ്പോൾ കെ ഈക്വൽ ടു 3 നിയറസ്റ്റ് നെയ്ബേഴ്സ്, ഇതിൽ നമ്മൾ മെജോറിറ്റി വോട്ടിംഗ് ആണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ മെജോറിറ്റി ചെയ്ത് ഔട്ട്സ്റ്റാൻഡിങ് അല്ല മെജോറിറ്റി, ടോട്ടൽ 3 ഉണ്ട്, അതിൽ ഒരു ഗുഡും 2 ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ മെജോറിറ്റി ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പുതിയ ലേബിൾ, അതായത് x,y, അത് എന്താ x,y നമുക്ക് കിട്ടിയിരിക്കുന്നത് 5,7 ആണ്. അപ്പോൾ ഈ 5,7 ബിലോങ്സ് ടു ദ ക്ലാസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ KNNൽ ആദ്യം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, അത് കഴിഞ്ഞിട്ട് ഡിസ്റ്റൻസ് സോർട്ട് ചെയ്യണം. ആൻഡ് കെ ഏതാണ് തന്നിരിക്കുന്നത് അത്ര എലമെൻറ്റ്സ് നമ്മൾ പിക്ക് ചെയ്യണം. ദെൻ അതിൽ നിന്ന് മെജോറിറ്റി വോട്ടിങ് ചെയ്യാം. ഓക്കെ, ഇതിലൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. x1 3, x2 7, k ഈസ് ഈക്വൽ ടു 3. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ലേബിളാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നോക്കാം. ഇപ്പോൾ ഇതിൽ ടേബിൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും. പുതിയ ടേബിൾ വരച്ചോ നിങ്ങൾ ചെയ്യുമ്പോൾ. ഇതാണ് x2 y2, ഇത് x1 y1, അങ്ങനെ വെച്ച് ചെയ്യുക. അപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 മൈനസ് 7 എന്ന് പറയുമ്പോൾ 4, റൂട്ട് ഓഫ് 4 സ്ക്വയർ 16 പ്ലസ് 7 മൈനസ് 7 0, ഇറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഡിസ്റ്റൻസ് 4 എന്ന് കിട്ടും. ഇതിൽ 4 സ്ക്വയർ 16 പ്ലസ് 9, 16 പ്ലസ് 9 25, റൂട്ട് 25 ഈസ് ഈക്വൽ ടു ഇവിടെ 5 എന്ന് കിട്ടും. ഇതിൽ 0, 7 മൈനസ് 4 3, റൂട്ട് 3 സ്ക്വയർ 9, 9 റൂട്ട് 3, ഇവിടെ 3 എന്ന് കിട്ടും. 2 സ്ക്വയർ 4 9, 4 പ്ലസ് 9 റൂട്ട് 13 എന്ന് കിട്ടും. അതിനൊരു വാല്യൂ കാണും. ഓക്കെ, റൂട്ട് 13 ആകുമ്പോൾ വാല്യൂ എന്തായിരിക്കും? അതിൻ്റെ വാല്യൂ 3 പോയിൻറ്റ് സംതിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇത് കറക്റ്റാണോ എന്നറിയില്ല, ജസ്റ്റ് ഞാൻ ഇപ്പോൾ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്തതാണ്. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് എഴുതുക. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് ബേസ്ഡ് സോർട്ട് ചെയ്യണം അസെൻഡിങ് ഓർഡറിൽ. അപ്പോൾ ഫസ്റ്റ് ഇതാണ് 3,4, ഡിസ്റ്റൻസ് 3, അതിൻ്റെ ഇത് ഏതാ ഗുഡ്, ക്ലാസ് ഗുഡ്. അത് കഴിഞ്ഞിട്ടുള്ളത് ഈ 3 ആണ്, 1,4, അതിൻ്റെ വാല്യൂ 3 പോയിൻറ്റ് സംതിങ് ആണ്, അതിൻ്റെ ക്ലാസ് ഗുഡാണ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് ഇത് 7,7, അതിൻ്റെ വാല്യൂ 4 ആണ്, അതിൻ്റെ ക്ലാസ് ബാഡാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോയിൻറ്റ് 3,7 ആണ്. 3,7 നമ്മൾ ഇതെടുത്തു. ഇതിൽ മെജോറിറ്റി വോട്ടിംഗ് ചെയ്യുമ്പോൾ മെജോറിറ്റി ആയിട്ട് വന്നേക്കുന്നത് 2 ഗുഡാണ്, 2 ഗുഡ് 1 ബാഡാണ് വന്നേക്കുന്നത്. അപ്പോൾ 3,7 ബിലോങ്സ് ടു ക്ലാസ് ഗുഡ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് മെജോറിറ്റി വോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ആ പോയിന്റ് പ്രെഡിക്റ്റഡ് ക്ലാസ് ഈസ് ഈക്വൽ ടു ഔട്ട്സ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ദ പോയിൻറ്റ്സ് 5,7 ബിലോങ്സ് ടു ദിസ്, അങ്ങനെ എഴുതണം. അവർ എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ മാത്രമേ എഴുതാവൂ. ഓക്കെ, അപ്പോൾ ഇതാണ് KNN. ഇനി ഇതിൽ K വാല്യൂ എങ്ങനെ ചൂസ് ചെയ്യണം, അത് ഒരു ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബട്ട് K വാല്യൂ സെലക്ട് ചെയ്യാൻ ഇൻ KNN അൽഗോരിതം K വാല്യൂ സെലക്ട് ചെയ്യാൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അൽഗോരിതം ഇല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓഡ് നമ്പർ ഉള്ള K വാല്യൂ സെലക്ട് ചെയ്യാം. ബട്ട് 1 സെലക്ട് ചെയ്യരുത്. ബിക്കോസ് 1 മാത്രമാണെങ്കിൽ അവിടെ നമുക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല. ഒരു ക്ലാസ് ഫസ്റ്റുള്ള ക്ലാസ് എടുക്കും, അത് ഏതാണോ അതിലോട്ട് നമ്മളുടെ പ്രെഡിക്റ്റഡ് ക്ലാസ് പുതിയ ഡേറ്റ പോയിൻറ്റ്സിനെ കൊടുക്കും. ഓക്കെ, അപ്പോൾ 1 മാത്രം എടുത്താലേ നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് നമുക്ക് either K is equal to 3 എടുക്കാം. K വാല്യൂ ഒത്തിരി ചെറുതാവാൻ പാടില്ല, ഒത്തിരി വലുതാവാൻ പാടില്ല. ബിക്കോസ് ഓവർ ഫിറ്റിംഗ്, അണ്ടർ ഫിറ്റിംഗ് അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് K വാല്യൂ ഒത്തിരി ചെറുതെടുക്കാൻ പാടില്ല, വലുതെടുക്കാൻ പാടില്ല. അപ്പോൾ K വാല്യൂ സെലക്ട് ചെയ്യാൻ നമ്മൾ തമ്പ് റൂൾ എന്ന് പറയും, അതാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് n. റൂട്ട് ഓഫ് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ റൂട്ട് ഓഫ് n വെച്ചിട്ടാണ് നമ്മൾ K വാല്യൂ കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഇത് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസിൽ K വാല്യൂ അവർ തന്നെ തരും, നമുക്ക് സ്വന്തമായിട്ട് സെലക്ട് ചെയ്യേണ്ട. സപ്പോസ് തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ടേബിൾസൊക്കെ ആയിരിക്കും എക്സാമിന് തരുന്നത്. ഇങ്ങനെ ചെറിയ ടേബിൾസാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് K വാല്യൂ 3 തന്നെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടേബിൾ സൈസിൻ്റെ റൂട്ട് എടുക്കാം. ഇപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈവൻ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഓഡ് നമ്പർ ഏതാണോ അതിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ KNN അൽഗോരിതം വിത്ത് ആൻ എക്സാമ്പിൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക്